ഇന്ത്യ അടക്കം വിവിധ രാജ്യങ്ങളിൽ കടുത്ത പ്രതിഷേധം ഉയരുമ്പോഴും അമേരിക്കയിൽ നിന്ന് നാട് കടത്തുന്ന അനധികൃത കുടിയേറ്റക്കാരെ ചെങ്ങലക്കിട്ട് വിമാനത്തിൽ കയറ്റുന്നതിന് പങ്കുവച്ചിരിക്കുകയാണ് വൈറ്റ് ഹൗസ് ഇപ്പോൾ. അനധികൃത കുടിയേറ്റക്കാരെ ഇന്ത്യയിലേക്ക് എത്തിച്ച രീതിയിൽ കടുത്ത വിമർശനം ഉയരുന്നതിനിടയിലാണ് പ്രധാനമായും ഈ ദൃശ്യങ്ങൾ ഇപ്പോൾ പുറത്തു വന്നിരിക്കുന്നത്. കൈയും കാലും ചെങ്ങലക്കിട്ട് ആളുകളെ വിമാനത്തിലേക്ക് കയറ്റുന്നതാണ് 41 സെക്കൻഡ് ദൈർഘ്യമുള്ള വീഡിയോയിൽ ഉൾപ്പെടുന്നത്. ഒരു പെട്ടിയിൽ നിന്ന് നിരവധി ചെങ്ങലകൾ ഉദ്യോഗസ്ഥർ പുറത്തെടുക്കുന്നതും കാണാൻ കഴിയും. അതേസമയം തന്നെ ആരുടെ മുഖമൊന്നും വെളിപ്പെടുത്തിയിട്ടുമില്ല. സൈനിക വിമാനത്തിൽ കയറ്റുന്നതിന് തൊട്ട് മുമ്പ് ഇന്ത്യക്കാരടക്കമുള്ളവരുടെ കയ്യിലും കാലിലും ചെങ്ങലയിടുന്ന ദൃശ്യങ്ങൾ ഔദ്യോഗിക എക്സ് അക്കൗണ്ടിലൂടെ വൈറ്റ് ഹൗസ് പുറത്തുവിടുകയുണ്ടായി. നാട് കടത്തപ്പെട്ടവരോട് കാട്ടിയത് ക്രൂര നടപടിയെന്ന് ആരോപിച്ച് രാജ്യത്തെ പ്രതിപക്ഷ നേതാക്കൾ പ്രതിഷേധം ഉയർത്തുന്ന സാഹചര്യത്തിനിടയിലാണ് വീഡിയോ പുറത്തു വന്നത്. 41 സെക്കൻഡ് ദൈർഘ്യമുള്ള വീഡിയോയാണ് പ്രധാനമായും പുറത്തുവിട്ടിരിക്കുന്നത്. ഇതിന്റെ അടിസ്ഥാനത്തിൽ ഒരു വിമാനവും കാണാൻ കഴിയും. ഒരു ഉദ്യോഗസ്ഥ വിമാനത്തിൽ കയറാൻ നിൽക്കുന്നയാളെ പരിശോധിക്കുന്നുണ്ട്. ശേഷം ഇന്ത്യക്കാരൻ മറ്റൊരു ഉദ്യോഗസ്ഥന് മുന്നിലേക്ക് എത്തുന്നതാണ്. ഈ ഉദ്യോഗസ്ഥൻ അയാളുടെ കയ്യിലും കാലിലും ശരീരത്തിലുമെല്ലാം ചെങ്ങല കൊണ്ട് ബന്ധിപ്പിക്കുന്നതാണ് ദൃശ്യങ്ങളിൽ ഉൾപ്പെടുന്നത്. ധാരാളം ചെങ്ങലകൾ നിരത്തി വെച്ചിരിക്കുന്നതും വീഡിയോയിൽ കാണുവാൻ കഴിയും. ഇങ്ങനെ ബന്ധിക്കപ്പെട്ടവർ പടികൾ കയറി വിമാനത്തിനുള്ളിൽ പ്രവേശിക്കുന്നതും വ്യക്തമാണ്. പക്ഷേ ഇവരുടെ മുഖം വീഡിയോയിൽ വ്യക്തമായി കാണാൻ കഴിയില്ല. ഈ മാസം ആദ്യമായിരുന്നു അമേരിക്കയിൽ അനധികൃതമായി കുടിയേറിയ 332 ഇന്ത്യൻ പൗരന്മാരെ പ്രധാനമായും തിരിച്ചയച്ചത്. കുടിയേറ്റക്കാരെ വഹിച്ചുകൊണ്ടുള്ള 3 US സൈനിക വിമാനങ്ങൾ അമൃത്സറിൽ വന്നിറങ്ങുകയും ചെയ്തു. കുടിയേറ്റക്കാരെ ഇന്ത്യയിലേക്ക് അയക്കുന്നതിന്റെ ദൃശ്യങ്ങളാണിവ. ഇതിന് പിന്നാലെ ഇന്ത്യക്കാരോട് കാട്ടിയത് മനുഷ്യത്വരഹിതമായ പെരുമാറ്റമാണെന്ന് പ്രതിപക്ഷ പാർട്ടികൾ വിമർശിക്കുകയും ചെയ്തിരുന്നു. പക്ഷെ നാടുകടത്തപ്പെട്ടവരുടെ മേൽ നിയന്ത്രണങ്ങൾ ഏർപ്പെടുത്തുന്നത് US സ്റ്റാൻഡേർഡ് ഓപ്പറേറ്റിംഗ് നടപടിക്രമത്തിന്റെ ഭാഗമാണെന്നും മുൻ വർഷങ്ങളിലും ചെങ്ങലയിൽ ബന്ധിച്ചാണ് കുടിയേറ്റക്കാരെ ഇന്ത്യയിലേക്ക് എത്തിച്ചതെന്നുമാണ് വിദേശകാര്യമന്ത്രി S ജയശങ്കർ പാർലമെന്റിൽ പറഞ്ഞിരുന്നത്. പുരുഷന്മാരോട് മാത്രമാണ് ഇങ്ങനെ പെരുമാറിയിരുന്നതും സ്ത്രീകളോടും കുട്ടികളോടും അവർ മോശമായി പെരുമാറിയിട്ടില്ലെന്നും ജയശങ്കർ വ്യക്തമാക്കുകയുണ്ടായി. സൈനിക വിമാനത്തിൽ കൈവിലങ്ങ് വെച്ചാണ് തങ്ങളെ തിരിച്ചെത്തിച്ചതെന്ന് ഇന്ത്യയിൽ തിരിച്ചെത്തിയവർ നേരത്തെ തന്നെ വെളിപ്പെടുത്തിയിരുന്നു. കാലുകളും കൈകളും ഉൾപ്പെടെ വിലങ്ങ് വെച്ചും സീറ്റിൽ നിന്ന് നീങ്ങാൻ പോലും സാധിക്കാത്ത സാഹചര്യമായിരുന്നുവെന്നുമാണ് അവർ വെളിപ്പെടുത്തുന്നത്. ശാരീരികവും മാനസികവുമായി ഏറെ ബുദ്ധിമുട്ടിലായിരുന്നുവെന്നും തിരിച്ചെത്തിയവർ കൂട്ടിച്ചേർക്കുകയുണ്ടായി. ഇതിനു പുറമെ സിഖ് മതവിശ്വാസികൾക്ക് അവരുടെ മതാചാരമായ തലപ്പാവ് അണിയാനും അനുവദിച്ചില്ല എന്ന ആരോപണം ശക്തമായി ഉണ്ടായിരുന്നു. ഇതുവരെ 3 വിമാനങ്ങളിലായി അനധികൃത കുടിയേറ്റക്കാരായ 332 ഇന്ത്യക്കാരെയാണ് പ്രധാനമായും US നാട് കടത്തിയിരിക്കുന്നത്. ഞായറാഴ്ച രാത്രി എത്തിയ വിമാനത്തിൽ 31 പഞ്ചാബുകാരാണ് ഉൾപ്പെട്ടിരുന്നത്. 44 പേർ ഹരിയാന സ്വദേശികളും 33 പേർ ഗുജറാത്തിൽ നിന്നുള്ളവരുമാണ്. ആകെ 112 പേരെയായിരുന്നു ഞായറാഴ്ച ഇന്ത്യയിലേക്ക് എത്തിച്ചിരുന്നത്. ഈ സംഘത്തിൽ 19 സ്ത്രീകളും 14 കുട്ടികളും 2 നവജാത ശിശുക്കളുമായിരുന്നു ഉൾപ്പെട്ടിരുന്നത്. ഫെബ്രുവരി 5-നാണ് ഇന്ത്യക്കാരുമായുള്ള ആദ്യ വിമാനം അമൃത്സറിൽ എത്തിയിരുന്നത്. പിന്നാലെ ഫെബ്രുവരി 15-ന് രണ്ടാമത്തെ സംഘവും എത്തുകയുണ്ടായി.